കഴിഞ്ഞ് മുടി വയ്ക്കാൻ തോന്നായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പൊ തന്നെ കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നൊക്കെ ചെയ്തു. ചിരിക്കൊന്നും വേണ്ട. അമ്മക്കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കൊണ്ടുപോകും. അതവൻ കൽപ്പിച്ചതാ എന്നോട്. കാപ്പി കുടിക്കണോ? വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുക. പുറത്തേക്ക് പോരുത് കേട്ടില്ലേ? എന്റെ പുന്നാരം കേട്ടിരുന്നാലേ അച്ഛനെ സുഖലാന്ന് പറഞ്ഞ് ഫോൺ വന്നിട്ട് തുറന്ന പോരുത് വേണോട്ടാ. ഞാൻ പരമനെ കണ്ടു. വേണോട്ട് ആപത്ത് വരുമെന്ന് പരമ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. വേണോട്ട് അറിയില്ലേ, എന്റെ കൈരേഖയും വെള്ളത്തിന് കൈരേഖയും ഒരുപോലെ. അതിന് സ്വപ്നം സത്യവും. എന്റെ തലയിലും ഗൗളിയും വീണ് വേണോട്ടാ. നിനക്ക് അങ്ങനെ പല വിഡിത്രവും മറ്റത്രൊക്കെ തോന്നാം. സയൻസ് ആകാശം പറഞ്ഞ അപ്പുറത്തേക്കാ. അതിന്റെ ഇടയിൽ അവളുടെ രേഖാശാസ്ത്രവും ഗൗളിശാസ്ത്രവും. ഇന്ന് പോരുത് വേണോട്ടാ. ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു. ആ ഫോൺ വന്നു പറഞ്ഞു. പോകണ്ടെന്ന് പറ. എനിക്ക് പേടിയാ. നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ? വെള്ളത്തിന് വിധിയാവും എനിക്ക്. വേണോട്ട് ആപത്ത് പറ്റും. ഒന്നുമില്ലെന്ന് വേണു. അച്ഛനെ ഞാൻ കൊണ്ടുപോകാൻ ഡോക്ടറെ അടുത്തേക്ക്. അതാവാം, പക്ഷെ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്തൊരു വാശിയാ വേണത്? വാശി എനിക്ക് വാശി. അവിടെ ഒരാൾ ആരോരും ഇല്ലത് അനാഥായിട്ട് കഴിയുക. ഇവളിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോ പോണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞില്ല ഇവളോട് വിഷമിക്കാനൊന്നും. എന്നല്ല, അമ്മ ഇപ്പൊ ഒരു ഷോക്കിൽ നിന്ന് റിലീവ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഞാൻ ആരാ കണ്ടിട്ടാ ഇവളുടെ ഭർത്താവാകുന്ന നിങ്ങളുടെ വളർത്തുമ്പോഴോ? തോന്നുമ്പോ കെട്ടിടാനും തോന്നുമ്പോ അയച്ചുവിടാനും. ഞാൻ പറയുന്നു നിൽക്ക്. ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ നിൽക്ക്. ഇവളുടെ അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ അല്ലേ? നന്ദേട്ടൻ ഇത്രയും പഠിപ്പ് വീരുള്ള ആവല്ലേ? എന്നിട്ട് എന്താ ഇങ്ങനെ? ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ല വേണു, അമ്മൂടെ മനസ്സമാധാനത്തിന്റെ കാര്യ. അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസ്സമാനം തനിയുണ്ടാവും. അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ. എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട്. അത് മറന്ന ഞാനല്ല. ഞാൻ പറഞ്ഞൊക്കെ സത്യം. ഗൗരവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞ സത്യമില്ലേ? നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞത് സത്യമില്ലേ? ഒക്കെ സത്യവും ഒക്കെ സത്യവും. എനിക്ക് പേടിയാവുന്നു. രാധ വെറുതെ പരിഭ്രമിച്ച് വിളിച്ചതാ. രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചുറ്റൽ. വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു. അടുത്ത ആഴ്ച ഏതായാലും ഡോക്ടറെ കാണണം. അപ്പൊ മതി എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പോയിരിക്കുക ഡോക്ടറെ കാണാൻ. കെഞ്ചി പറഞ്ഞതാ ഞാൻ അവനോട്. ഇവിടെ ഞാൻ അന്വേഷിച്ചോളാന്നും പറഞ്ഞു. എന്നിട്ട് ഒരു വാശി പോലെ ഇന്നത്തേക്ക് ഒരു ദിവസം അവിടെ നിൽക്കായിരുന്നു. നന്ദൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ അവനത് മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ. ഒന്നാമത് ചെറുപ്പം, രണ്ടാമത് കുറച്ച് അഭിമാനിയും. അച്ഛൻ അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് എന്റെ ജീവൻ വെച്ച അമ്മ മാത്ര. ഇക്കണക്കിന് പോയ അവളെ വല്ല മെന്റൽ ഹോസ്പിറ്റലും. ആ വീട് ഏതായാലും അവർക്കുള്ളതാ. ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക. അവർക്കൊരു ശല്യമായിട്ട് ഞാനും ഗൗരി അവിടെ ഉണ്ടാവില്ല. ആ വിഷമം വേണ്ട അവന്. നീ അവരായി, ആ വീടായി, അവരുടെ ജീവിതമായി. അവനത് ആവില്ല ചിലപ്പോ ആഗ്രഹിക്കുക. ഇവിടെ എന്റെ കൂടെ നിൽക്കാനാവും. അതും എനിക്കറിയാഞ്ഞിട്ടല്ല. ചെറുപ്പം മുതലേ അവളവിടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റാന്ന് വെച്ചാ, അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് ഞാൻ എന്താ ചെയ്യാ? ഒരു വഴിയേ ഉള്ളൂ. ഞാൻ അവിടെ വന്ന് താമസിക്കാൻ കുറച്ചു ദിവസം. എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം അവനുണ്ടാവില്ല. അച്ഛനോടെ പോയി? ഇപ്പൊ പോയതേ ഉള്ളൂ. പോവേ? എങ്ങനെ? ഗൗരിയടുത്ത് എന്തെങ്കിലും വന്നിരുന്നു. ഓ, അപ്പോ അച്ഛനെ? അതെ, അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി. അനീതിക്ക് വേണ്ടി നീ തറവാട് ഇടിച്ചു നിർത്തി കുളം തോണ്ടണമെന്നും പറയാള്. എന്തിനാ വേണ്ടിയിട്ട് വെറുതെ വഴക്കിനൊക്കെ പോണത്? വേണ്ട, ഉപദേശങ്ങളൊന്നും വേണ്ട. തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിരിക്കുന്നു ഞാൻ. താൻ എന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെയല്ലേ? താനാ എന്നെ നിലയിലെത്തിച്ച്. അന്നൊന്ന് പറയാൻ പറ്റുമോ എനിക്ക്? വേണ്ട, ഒന്നും പറയണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. എവിടെ നന്ദോപൻ IAS? എന്റെ ജീവിതം തുറക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ജീനിയസ്. സന്തോഷമായില്ലേ ഇപ്പോ?
സന്തോഷമല്ല, സമാധാനം. നിങ്ങൾ ഒരുത്തിനതിനൊക്കെ കാരണം നിങ്ങളുടെ സ്വാർത്ഥത. നീ എന്തൊക്കെയാ വേണം ഈ പറയുന്നത്? ഞാൻ പറയുന്നതിലാണ് കുറ്റം, നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഐ ഹാവ് എൻ ഇമ്പോർട്ടന്റ് മീറ്റിംഗ്. നീ ഇവിടെ ഇരിക്കെ, സമാധാനമായിട്ട് സംസാരിക്കാം. ഓ, നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ്, നിങ്ങൾക്ക് മാത്രം തിരക്ക്, എല്ലാം നിങ്ങൾക്ക്. ഞങ്ങളൊക്കെ തെറ്റുകളാണല്ലോ അല്ലേ? വേണം. ലോകത്തിൽ വേറെ ആർക്ക് അനീതിമാരില്ലല്ലോ. ആദ്യം അനീതിയുടെ പേരും പറഞ്ഞ് എന്റെ ഏർത്തി അടിമയാക്കി, പിന്നെ എന്നെ, ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ. എന്നെ ആരും നിർബന്ധിച്ചു കൊടുന്നതല്ല. കുറച്ചു ദിവസം ഇവിടെ നിൽക്കാമെന്ന് ഞാനാ പറഞ്ഞത്. പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് കണ്ടേട്ടാ, എന്നും മന്ദിരത്തിന് കൊടുക്കാറുള്ള ഒരു അസ്ഥിത്ര ഉണ്ട് അവിടെ. എന്റെ അമ്മയുടെ അസ്ഥിത്ര, അത് നിങ്ങൾ പലതാക്കിയില്ലേ? വേണു, കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ? ഇത് നിങ്ങളുടെ വീടാണ്. ഞാനും ഗൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല. ഓ, ഈ മണിമാല കൊണ്ട് ഞാനങ്ങ് മയങ്ങിനാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കാണ് നിനക്ക്. ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭ്രാന്ത് എനിക്കല്ല, നിങ്ങൾ നിൽക്കുന്ന പെണ്ണുണ്ടല്ലോ അവർക്ക് ഭ്രാന്ത്. അതും സ്വയം ഉണ്ടായതല്ല, നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെച്ചതാ. സ്വാർത്ഥത കൊണ്ട് ഒക്കെ സ്വന്തം ചെറുകിന്റെ കീഴിൽ വെച്ച് മേനി നടക്കണമല്ലോ നിങ്ങൾക്ക്. നീ ആരോട് സംസാരിക്കുന്നെന്നറിയോ? അറിയാം, നിങ്ങളുടെ എന്റെ ഏർത്തിയുടെ ഭർത്താവിനോട്, വലിയ IAS കാരനോട്. അതുമല്ല, നിരൂപകൻ, കാർട്ടൂണിസ്റ്റ്, കവി, ക്രാന്തദർശി. പേടിപ്പിക്കണ്ട, ഞാൻ എന്റെ ഭാര്യമാളെ വിളിച്ചോണ്ട് വന്ന്. നിന്റെ ഇഷ്ടത്തിൽ നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എന്റെ അനിയത്തെ ഞാൻ വിട്ടുതരില്ല. നിങ്ങൾ വിട്ടു തരണ്ട, അല്ലാതെ അവളെ കൊണ്ടുവരാൻ എനിക്കറിയാം. മാന്യമായി പോറ്റാനും അറിയാം. പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്നത് നിങ്ങളൊരു വിഡ്ഢിയാണ്. IAS കാരനല്ലെങ്കിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. വാ, വാ. അവളുടെ സമ്മതമില്ലാതെ നീ അവളെ എവിടെയും കൊണ്ടുപോകില്ല. അത് തടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. ഓ, അനുജത്ത് നിങ്ങളുടെ സ്വന്തം. എനിക്ക് യാതൊരു അവകാശമില്ലല്ലോ. പക്ഷെ എനിക്ക് അവകാശപ്പെട്ട ഒരു ജീവിതം വീട്ടിലുണ്ട്. അത് ഞാൻ കൊണ്ടുപോകും. ആരെതിർത്താലും ആര് തടഞ്ഞാലും. നിങ്ങളുടെ അനിയത്തെ കൊഞ്ചിച്ച് ഭ്രാന്തിയാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് ഭ്രാന്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. മതി, തൃപ്തിയായി. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഇനി ഞാൻ ആരും ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ വരില്ല. ഞാൻ പറയുന്ന കേക്ക്. ഐ എം സോറി. പ്ലീസ്, അമ്മ അവിടെ കരയാണ്. പ്ലീസ് കം ബാക്ക്. വേണു, പ്ലീസ്. ഐ എം സോറി. ഞാൻ മാപ്പ് ചോദിക്കാൻ പോരെ?
ശരിയില്ല. എന്താ 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 സാറ് ഈ വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പുഴയിലൊരു സ്ത്രീയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്താല് കുട്ടിമാവ ചെന്ന് നോക്ക്. എനിക്ക് കാണാൻ വയ്യ അവളെ.